പുറപ്പെടുവിച്ചു. അത് ശരിക്കും ഏഷ്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കുന്നത് 2008. അപ്പൊ അതില് പറയുന്നതെന്ന് വെച്ചാൽ ക്രോണിക് ഇൽനെസ് ഉള്ള എല്ലാ പേഷ്യന്റും അവരുടെ വീടിനടുത്ത് അവരുടെ കിടക്കയ്ക്കരികിൽ പരിചരണം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പൊ അതിന് ഗവൺമെന്റ് മെഷീനറി ഉപയോഗിക്കും. ഇപ്പോൾ ഓരോ പഞ്ചായത്തും റോഡ് പണിയാനും സ്കൂളിൽ പണിയാനും ഒക്കെ ഫണ്ട് മാറ്റി വെക്കുന്നത് പോലെ പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടും കുറച്ച് പൈസ മാറ്റി വെക്കുന്നു. ആ നാട്ടുകാരുടെ സഹായത്തോടെ ആ നാട്ടിലെ ആൾക്കാർക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈ രീതിയിലോട്ട് അത് വളർന്നു വന്നു. ഇന്ന് കേരളത്തിൽ ഒരു 1000 പഞ്ചായത്തിൽ 700 പഞ്ചായത്തിലും ഈ പ്രോഗ്രാം ആയിട്ടുണ്ട്. ഈ വർഷം അതൊരു മാൻഡേറ്ററി പ്രൊജക്റ്റ്, അതായത് നിർബന്ധമായിട്ടും എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റികളും എല്ലാ കോർപ്പറേഷനും നടപ്പിലാക്കണം. സർക്കാർ ഈ വർഷം കഴിയുമ്പോൾ 1000 പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ കോർപ്പറേഷനിലും അപ്പൊ ഇതിന്റെ ഒരു ന്യൂനത ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിലുള്ള വോളണ്ടിയേഴ്സിന്റെ സപ്പോർട്ട് കുറച്ച് കുറവാണ്. കാരണം അതൊരു ഗവൺമെന്റ് പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന 260 CBO, അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസും കേരളത്തിലുണ്ട്. ഇവരുടെ ഒരു വർക്ക് കൂടുതലും വരുന്നത് വോളണ്ടിയേഴ്സ് തന്നെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവർക്കുള്ള കെയർ കൊടുക്കുകയും ഇപ്പൊ കരുണ കരിയാറ്റുപാട്ടിലുള്ള കരുണ കോട്ടയത്ത് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റാണ്. അവരവിടുത്തെ നാട്ടുകാരാണ് അത് നടത്തുന്നതും അവരാണ് പേഷ്യൻസിനെ കണ്ടുപിടിക്കുന്നതും വിഭവ സമാഹരണം നടത്തുന്നതും. ഈ പൈസ പിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചെയ്യുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ ഓരോ ബസ്സിലെ ഓരോ വർക്കറും 1 രൂപ വെച്ചു കൊടുക്കും. അതായത് ഓരോ ബസ്സിന് 3 രൂപ, കണ്ടക്ടർ ഡ്രൈവർ ഓരോരുത്തരും 3 രൂപ വെച്ചു. അത് വെച്ചെടുക്കുന്ന പാലിയേറ്റീവ് കുട്ടികളാണ് പറഞ്ഞത്. ചെറിയ ചെറിയ സംഭാവനകൾ കൊടുക്കുന്ന ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഗവൺമെന്റ് ഇതിനു വേണ്ടി പദ്ധതി മാറ്റി വെക്കുന്നതിലും ഇഫക്റ്റീവായിട്ട് പല സ്ഥലത്തും ചെയ്യാറുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഗവൺമെന്റ് സപ്പോർട്ട് ഒന്നും കളയേണ്ട കാര്യമില്ല.